ഉയർത്തിയ കൈ താഴോ. കൈ താഴ്ത്താൻ. ഇപ്പോ കൈ ഉയർത്തിയത് തന്റെ പ്രായത്തെ ഓർത്ത് ഞാൻ വിട്ടിരിക്കുന്നു. മേലാൽ തന്റെ കൈ സൂര്യമകത്തെ കുട്ടിയുടെ നേർക്ക് ഉയർന്നാൽ തന്റെ കൈ മാത്രമല്ല വെട്ടിമാറ്റാൻ പോകുന്നത്, തന്റെ തല കൂടി ഞാനിങ്ങ് വെട്ടിയെടുക്കും. പറഞ്ഞേക്കാം. എടോ, പ്രതാപൻ പറഞ്ഞ പോലെ ചെയ്യും. മാത്രമല്ല, ഈ കൂട്ടുകാരൻ ചോദിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരുമുണ്ട്. ഒന്നും മാറോടുന്നു. നിനക്കൊക്കെ പോയി തൊഴിലെടുത്ത് ജീവിച്ചൂടെ? യവന്മാരുടെയൊക്കെ പുറകെ നടന്ന് എന്തിനാ വെറുതെ നാണം കിടന്നെ? താൻ പാട്ടുപുരിക്കൽ കർത്താവല്ല, ഇനി ഊട്ടുപുരിക്കൽ തങ്കമ്മയുടെ ഭർത്താവായാലും ഞങ്ങൾക്കൊരു കോപ്പുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സൂര്യമംഗലത്ത് ഈ കുട്ടിയുടെ മുമ്പിൽ ഒരു വിലങ്ങ് തടിയെ താൻ എപ്പോഴെങ്കിലും വന്നു നിന്ന പിന്നെ പാട്ടുപുരയ്ക്കൽ തറവാടുമില്ല, താനുമില്ല. കത്തിച്ചു കളയും ഞാൻ. പത്മ വണ്ടിക്കരുത്. കണ്ടോ അവളുടെ അമ്മ സരസ്വതി? ദൈവമേ, ഇതങ്ങ് പൊള്ളിയല്ലോ വല്ലാണ്ട്. ഞാനെന്നാ കൂവി തോപ്പിക്കട്ടെ. ആ സംഘാടകരെ നിന്നെ എടുത്തിട്ട് കിളക്കി വിട്ടാരിടാ. അയാളറിഞ്ഞവളുടെ പാട്ടുകാരൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാളെക്കാൾ നന്നായി സരസ്വതി പാടുന്നുണ്ടല്ലോ. അച്ഛ കൈവിട്ട് പോവോ? അങ്ങനൊന്നും സംഭവിക്കില്ല. ജയിക്കുന്നത് എന്തായാലും പാട്ടുപുരയ്ക്കൽ കർത്താവിന്റെ മകൾ ഊർമിള തന്നെയായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കും. ക്ഷമിക്കണം പത്മേ, ഞാനൊരല്പം വൈകിപ്പോയി. മാഷിനെ വഴക്കൊന്നും പറയണ്ട. മാഷ് സമയത്തിന് വരാതിരുന്നോണ്ടല്ലേ എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞത്. പാട്ട് കേട്ടതിലല്ല, പ്രതാപേട്ടന്റെ മൃദംഗ വായനയില എനിക്ക് നന്നായി നൃത്തം ചെയ്യാൻ കഴിഞ്ഞത്.
എന്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. സാരമില്ല മാഷെ, എന്തായാലും ദൈവം സഹായിച്ച് പ്രോഗ്രാം മുടങ്ങിയില്ലല്ലോ. അത് നടന്നില്ലേ, അത് തന്നെ ഭാഗ്യം. ഞാൻ പുകഴ്ത്തുകയല്ല കേട്ടോ പത്മ. പത്മയുടെ പെർഫോമൻസ് ഗംഭീരമായി. പത്മ അതിമനോഹരമായി നൃത്തം ചെയ്തു. നൃത്തം ഇത്രയും മനോഹരമായത് തമ്പുരാട്ടിയുടെ പാട്ടും ഇദ്ദേഹത്തിന്റെ മൃദംഗം വായനയും കൊണ്ടായിരുന്നു. ഞാൻ പാടുന്നതിനേക്കാൾ മനോഹരമായി തമ്പുരാട്ടി പാടി. അതുപോലെ ഇദ്ദേഹത്തിന്റെ മൃദംഗം വായനയും ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാൽ സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഇവിടെ നടന്ന നൃത്ത മത്സരത്തിന്റെ വിജയി ആരാണെന്ന് ഇപ്പോ ബഹുമാനപ്പെട്ട ജഡ്ജസ് പ്രഖ്യാപിക്കുന്നതാണ്. താളരാഗ ലയശ്രുതിസ്വര മധുര സമ്മേളനമാണ് ഒരു നൃത്തശില്പം. മധുരമായ ആലാപനത്തിൽ മനോഹരമായി നൃത്തം ചെയ്ത് ഈ സദസ്സിനെ പുളകം കൊള്ളിച്ച മത്സരാർത്ഥി